മുഖ്യമന്ത്രിയുടെ നവകേരള സർവേ കോടതി റദ്ദാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നായിരുന്നു പല CPM നേതാക്കന്മാരും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം പുറത്തു വന്നിരിക്കുകയാണ്. അതിനകത്ത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സർവേ ലക്ഷ്യം വെച്ചിരുന്നത് തുടർഭരണമാണ് എന്നുള്ളത്. പക്ഷേ ഈ സർവേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വരുമ്പോൾ പോലും എത്ര പേർ ഇതിനെ പിന്തുണച്ചു, അതും CPM-നകത്ത് നിന്ന് എത്ര പേർ പിന്തുണച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകരോ അണികളോ പോലും ഈ സർവേക്ക് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീടുകൾ കയറി കൃത്യമായി ജനങ്ങളോട് സംസാരിക്കുക, നമ്മുടേതായിട്ടുള്ള തെറ്റുകൾ അവർ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുക, ഇതൊക്കെയായിരുന്നു പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത്, സർവേയിലൂടെ അവർ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM പ്രവർത്തകർക്ക് വീട് കയറാൻ ഭയമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വീട് കയറുമ്പോൾ ഇവർ പറയുന്ന ന്യായീകരണം ജനങ്ങൾക്ക് തൊടാതെ വിഴുങ്ങാൻ മണ്ടന്മാരല്ല സാധാരണക്കാർ, പൊതുജനങ്ങൾ എന്നുള്ള കൃത്യമായ ബോധ്യം CPM പ്രവർത്തകർക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നേതാക്കന്മാർക്കുള്ള ആത്മവിശ്വാസത്തിന്റെ പകുതി പോലും അണികൾക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർഷ പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. അതായത് ഇത് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 8-നാണ് മന്ത്രിസഭ തീരുമാനിക്കുന്നത്. ഈ മന്ത്രിസഭയിൽ ഇവരുടെ LDF മുന്നണിയിൽ ഓരോ പാർട്ടിയുടെ പ്രതിനിധികൾ ഇരുന്ന് ക്യാബിനറ്റ് കൂടിയതാണ്. ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പരിപാടി നടത്തും എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക്, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി MP ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ആ വാർത്ത മനോരമയിൽ സുജിത് നായർ എന്ന് പറയുന്ന അവരുടെ സീനിയർ റിപ്പോർട്ടർ അടിക്കുകയും ചെയ്തു. സീനിയർ റിപ്പോർട്ടർ അടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് അടിച്ചത് ഇങ്ങനെ CPM ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. കാര്യം ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്തയ്ക്ക് ഒരുപാട് വശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ എതിരാളികൾ, രാഷ്ട്രീയക്കാരായിട്ടുള്ള എതിരാളികൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കാര്യം ഭരണത്തിൽ വരിക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. അപ്പോൾ ഈ അജണ്ടയ്ക്ക് വേണ്ടി ഇവർക്കേ ബുദ്ധിയുള്ളൂ, ഇവരേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ കിഡ്നി ഉള്ളൂ, ഇവർക്കാണ് കിഡ്നി ഉള്ളൂ. അപ്പോൾ കിഡ്നി ഉള്ളവർ ഇത് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മറുവശത്ത് ആൾക്കാർ വെറുതെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് പോയി. അപ്പോൾ ആ കേസ് പോയി, കോടതി ചോദിച്ച കറക്റ്റ് കാര്യം എൻ്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് ഇത് ചെയ്തിട്ട് ഇവർക്ക് എങ്ങനെ ആസനം ഇനിയും കുഷൻ സീറ്റിൽ ഇരിക്കാമെന്നുള്ളത് ചെയ്തു കൊടുക്കാൻ ഇവിടെ സർക്കാരിന്റെ പണം. അതാണ് കോടതി ചോദിച്ചതും. അതായത് ബജറ്റിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുപോലെ സർക്കാരിന്റെ PR-ന് വേണ്ടി പൊതുജനങ്ങളുടെ പണം എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മനുഷ്യൻ ജീവിച്ചു പോകണം എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരി വളരെ വലിയൊരു മറ്റൊരു കോമഡി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിലുണ്ടായിരുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, സാധാരണ 10 വർഷത്തോളമൊക്കെ ഭരിക്കുമ്പോൾ സാധാരണ ഭരണവിരുദ്ധ വികാരമൊക്കെ സ്വാഭാവികമായും വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇരുട്ട് കൊണ്ട് ഊട്ട അടയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്താണ്. അവർക്ക് ഈ പറയുന്ന ശരിയായിരിക്കാം, ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ഇല്ലായിരിക്കാം. കാരണം പിണറായി വിരുദ്ധതയാണ് ഇതിനേക്കാൾ ഒരു മുകളിൽ നിൽക്കുന്നത്. അതെ, അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ലല്ലോ. തന്നോടുള്ള വിരുദ്ധതയാണ് ജനങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹത്തിന് തുറന്നു പറയാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്: നിങ്ങൾ ചെന്നോളൂ, ഞാൻ ചെന്നാലാണ് തല്ലുകൊള്ളുള്ളൂ, നിങ്ങൾ ചെന്നാൽ തല്ലൊന്നും കൊള്ളില്ല, നിങ്ങൾ പോയി സംസാരിച്ച് നോക്ക്. ഇതാണ് ആ ഒരു പ്രസംഗത്തിന്റെ ഒരു ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർവേ പൂർണ്ണമായി വെട്ടുനിലയിൽ പൊട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. സർവേക്ക് പിന്നണി പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ പദ്ധതികളും പാളി, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിന്റെ മുൾമുനയിലാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. അതായത് ഹർഷ, ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇവർക്ക് ഈ പറയുന്ന തലപ്പത്തിരിക്കുന്നവരെ, ഈ രാജാക്കന്മാരൊക്കെ കാട്ടിക്കൂട്ടിയ കുറെ പ്രക്രിയകളുണ്ട്. കാര്യം ഇദ്ദേഹം പറയുന്ന പെൻഷൻ കൊടുത്തു. കാര്യം ഇവര് ഒരു സംസ്ഥാനത്ത് സർക്കാർ ഭരിക്കുമ്പോൾ ചെയ്യാൻ കുറെ ധാർമ്മികമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ UDF-ന്റെ ഭരണകാലത്ത് തുടങ്ങിയ വിഴിഞ്ഞം പദ്ധതി, അതുപോലെ വേറെ പോലെ കാര്യം അവർ 10 കൊല്ലം കൊണ്ട് ഭരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഇരിക്കുമ്പോൾ വെറുതെ രാജാ പാർട്ടി കളിച്ചു കിടന്നാൽ പോരല്ലോ, കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവർ പെൻഷൻ കൊടുക്കാമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞതാണല്ലോ, ഇത്ര രൂപ ആക്കാം. സാർ അത് കൊടുത്തേ പറ്റുള്ളൂ സാർ. അതേ സാർ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, അല്ല നിങ്ങൾ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ സഖാക്കളോട് ഇത് പോയി സംസാരിക്കാൻ പറയുമ്പോൾ താഴെക്കിടയിലെ സഖാക്കൾ എന്തുകൊണ്ട് പോയില്ല? അതായത് മൂപ്പിന്ന് അവിടെ ഇരുന്ന് ഓരോന്ന് കാണിച്ചു. മൂപ്പിന്ന് കാണിച്ചത് ഞങ്ങൾ എന്തിനാ പോയി അനുഭവിക്കണം? അതെ, തീർച്ചയായിട്ടും. നേതാക്കന്മാർ അവിടെ ഇരുന്ന് ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ സാധാരണക്കാരുടെ ബുദ്ധി കൂടുതലുള്ള രാജീവും, ബുദ്ധി കൂടുതലുള്ള MP രാജേഷും, ബുദ്ധി കൂടുതൽ വേറെയുള്ള അല്ലെങ്കിൽ സിസ്റ്റം തകരാറായിട്ടും നോക്കാൻ സമയം കിട്ടാത്ത വീണ ജോർജും, അങ്ങനെ ബുദ്ധി കൂടുതലുള്ള ഒരു പ്രഗത്ഭരായ ആൾക്കാരും ചെയ്യുമ്പോൾ സാർ നിങ്ങൾ പോയി ചോദിച്ചോണം സാർ, ഞങ്ങൾക്ക് നേരമില്ല സാർ.
നേരമില്ലാത്തതിനേക്കാളും ഈ പറയുന്നത് പോലെ നേരിട്ട് അതെ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം. ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ വീടിന്റെ അകത്തിരിക്കുന്ന ചൂലും കൊണ്ട് നമ്മുടെ ദേഹത്തെ തല്ലി വീഴുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നുള്ളത്. പക്ഷെ ഒരു തല്ല് കിട്ടിയാൽ നമ്മൾ അങ്ങനെ മറക്കും, ഒരു തല്ല് നമ്മൾ മറക്കും, പക്ഷെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അറിയാം ഇനി CPM ഒരിക്കൽ കൂടി തുടർഭരണം. ഇവർ ഇപ്പോൾ എത്ര തവണ ഇവർ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചല്ല ഈ പറയുന്ന നവകേരള സർവേ എന്ന് എടുത്തെടുത്ത് പറഞ്ഞു. പക്ഷെ ഇതിൽ വേറൊരു കാര്യം ഇതിൽ പറയണം. പക്ഷെ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടില്ല, ഈ സർവേ നടക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി പറഞ്ഞ് നമ്മൾ പോണം, സംസാരിക്കണം. അത് പാർട്ടിക്കാരുടെ പറഞ്ഞ ആ ശബ്ദരേഖയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പാർട്ടിയല്ല, ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥരുണ്ട്. എന്തിനും ഏതിനും സെമിനാറിനകത്ത് ഓംബ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. ഈ ഓംബ്രാമാർക്കിടയിൽ പറഞ്ഞ സൗണ്ടാണ് ഇന്നലെ പുറത്തു വന്നത്. ഞങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരൊക്കെ വീർപ്പുമുട്ടിരിക്കും. ഇനിയിപ്പോൾ ഈ പറയുന്ന പിണറായി വിജയന്റെ ഈ ഒരു പ്രസംഗം ചോർത്തി കൊടുത്തതിന് ഗോവിന്ദ മാസ്റ്റർ തന്നെയാണോ എന്ന് വെച്ചാലും സംശയിക്കാനില്ല. ഇത് ഗോവിന്ദ മാസ്റ്റർ ഒന്നുമല്ല എന്നുള്ളതിന്റെ തെളിവാണിത്. ആരൊക്കെയാണ് ഇനി സർവേക്ക് പോകാൻ തയ്യാറുള്ളത് എന്ന് പാർട്ടി ജില്ലാ ഘടകത്തിൻ്റെ ചോദിക്കണം. പോവാനായിട്ട് അതായത് ബലിയാടുകൾ ആരൊക്കെയാണ്, ബലിയാടുകളെ പേര് തയ്യാറാക്കിയുള്ളത്. ജില്ലാ കമ്മിറ്റികളിൽ ആകെ കോഴിക്കോട് മാത്രമാണ് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുടെ പേര്. ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. കണ്ണൂര് പോലും പോകാനാളില്ല, ബലിയാടുകളില്ല, ബലിമൃഗങ്ങൾ ഇപ്പോൾ പാർട്ടിക്കില്ല, അങ്ങനെ ബലിയാടാവാനില്ല. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി അവിടെ മേളിൽ ഇരുന്നുകൊണ്ട് ഉത്തരവിട്ട് ഏത് സംസ്ഥാന സെക്രട്ടറി, എവിടുത്തെ സംസ്ഥാന സെക്രട്ടറി, ഏത് പാർട്ടി, ഏത് വീട്, എന്ത് പറയാൻ? അതെ തീർച്ചയായിട്ടും. എന്തായാലും CPM-ന്റെ ഈ ഒരു പദ്ധതി വലിയ രീതിയിൽ പാളി. നമ്മൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇവരുടെ ഭരണത്തെ വെറുത്തു. അതെ, വെറുത്തു എന്നുള്ളതല്ല, അവർക്കൊരു വിശ്വാസമില്ല. ഇനി എന്ത് വിശ്വാസത്തിൽ അവർ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകും? ഈ പറയുന്നത് പോലെ വീട് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ 5 വർഷങ്ങൾക്കപ്പുറം വീണ്ടും CPM-ന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്ന സഖാക്കന്മാരായിരിക്കാം ഇപ്പോൾ ചെറിയ നിലയിൽ പാർട്ടി പ്രവർത്തകരായി നടക്കുന്നത്. ആ സമയത്ത് ഇവർ അധികാരത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു സീറ്റ് മോഹിച്ച് വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ഇന്ന് അവർ ചെന്ന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങൾ ജനങ്ങൾ മറക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ പോകാനൊന്നും മടിച്ചു നിൽക്കുന്നത് എന്നുള്ളത്. അവർക്ക് മറുപടി ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് എണ്ണം പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എണ്ണം പറഞ്ഞ അല്ലെ, നിരവധി വിഷയങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ദേശത്ത് നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഈ ഇവിടുത്തെ വീടുകളിൽ ഇടതു മുന്നണിയിലുള്ള CPM-കാർ മാത്രമല്ല പോകുക, ഇടതു മുന്നണിയിൽ ഒരു CPI-കാരൻ കൂടെ പോയിന്നിരിക്കട്ടെ, ഈ നാട്ടുകാർ അറിയുന്ന ഒരു CPI-കാരൻ കൂടെ ആയിരിക്കും. എന്തുകൂടെ PM ശ്രീയിൽ നിങ്ങൾ അറിയിച്ചില്ലേടേ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവനിരുന്ന് അവിയും മറ്റവൻ CPM-കാരെ അടുത്തിട്ടുണ്ട്, അവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ജനം ഇതൊക്കെ ചോദിക്കും. PM ശ്രീയിൽ നിങ്ങളെവിടെ ഇരുത്തിയിട്ട് അവർ പോയി എന്താ ചെയ്തേ എന്ന് ഞങ്ങളുടെ നാട്ടിലാണ് ചോദിക്കും. എന്തുവാടെ പേര് വിളിച്ചിട്ട് ചോദിക്കും. അപ്പോൾ ഇവർക്ക് എന്താ പറയാനുണ്ടാവില്ല, മറുപടി ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ആശാവാര സമരത്തിൽ കാണിച്ച വിഷയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് ഉത്തരം മുട്ടുന്ന അവസ്ഥയിൽ സഖാക്കൾ മാറുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ വയ്യ സഖാവ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങളവിടെ നമ്മുടെ ഏരിയയിൽ തന്നെയാണെന്ന് വെക്കുക, ബ്രാഞ്ച് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ബലിയാടുകളെ കണ്ടെത്തുമ്പോഴത്തേക്ക് ഇതിൽ ഒരു ബലിയാട് പറയും എൻ്റെ ഭാര്യയ്ക്ക് സുഖമല്ല, അവളെ കൊണ്ട് എനിക്ക് ആശുപത്രി പോകണം, എനിക്ക് വരാൻ ഒക്കില്ല. മറ്റവൻ പറയും അത് എനിക്ക് അമ്മായി അച്ഛൻ മരുന്ന് വാങ്ങിക്കാനുണ്ട്, വരൂല. 5 പേരെ എടുക്കുമ്പോൾ ഒരാൾ കാണും അവസാനം. അതെ, അത്ര പോലും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാനുള്ളത്, സഖാക്കൾക്ക് തന്നെ ഭരണം മടുത്തു, ഒന്ന് ഇറങ്ങി പോയി തരാവോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇനിയും ഉണ്ടായില്ലേ എന്ന് മാത്രമേ നമ്മൾ പലപ്പോഴായി പറയുന്നത് പോലെ CPM-ന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ളത് നേതാക്കന്മാർ അറിയുന്നില്ല എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാവരും തന്നെയും CPM-ന്റെ കൊടി പിടിച്ചിരുന്ന പലരും ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. CPM-ന്റെ പല വോട്ടുകളിലും ഇന്നിപ്പോൾ CPM പ്രവർത്തകരായി ഹാർഡ് കോർ CPM-കാരായി നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ല, പക്ഷെ അവര് പബ്ലിക്കായിട്ട് ചോദിച്ചില്ലെങ്കിലും അവർ പല സുഹൃത്തുക്കളുടെ അടുത്തും പറയുന്നുണ്ട്, പിന്നെ നിങ്ങളൊന്ന് മറിച്ച് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയുന്നുണ്ട്. സത്യമാണ്, മർമറിങ് അത്രയും അടുപ്പമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതിൽ ഒന്ന് നമുക്ക് പറയാം, മൂപ്പിന്നെ ഒന്ന് ഇറങ്ങിത്തരാവോ എന്ന് സഖാക്കൾ തന്നെ പറയുകയാണ്. മൂപ്പിന്നിനോടുള്ള വിരോധമാണ് ഇതിൻ്റെ എല്ലാം കാരണം, അത്രയേ ഉള്ളൂ. അപ്പൊ മൂപ്പിന്ന് ഇറങ്ങി പോകണം. മൂപ്പിന്ന് ഇനിയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇനി ഈ പറയുന്ന സഖാക്കൾ തന്നെ ഇനി പറയേണ്ടി വരും, ഒന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളായിരുന്നു.